മീൻ വറുക്കാനുള്ള മസാല ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3 ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ചെറിയ കൊച്ചുള്ളി ഒരു 3-4 1 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഇത് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം പുളി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ദേ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് അരഞ്ഞ് നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. എന്നിട്ട് നമുക്ക് നമ്മളുടെ മീൻ എടുത്തിട്ട് പുരട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ ഇന്ന് നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ നൈസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പതുക്കെയാണ് ഞാൻ മസാല തേച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മീനൊക്കെ കൂടെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഓരോ മീനായിട്ട് എടുത്ത് പതുക്കെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ മീനും ഞാൻ മസാല തേച്ച് വെച്ചു. എന്നിട്ട് നമുക്കിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോഴേക്കും നമ്മളുടെ മീനിലൊക്കെ മസാലയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിത് ആ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്ത് നമ്മൾ സാധാരണ മീൻ പൊരിച്ചെടുക്കുന്ന പോലെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് മൊരിയിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു മസാലക്കൂട്ട് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മയാണ്. അമ്മ ഉണ്ടാക്കുമ്പോൾ വേറെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും എനിക്ക് ആ ഒരു ടേസ്റ്റിലേക്ക് ഇതുവരെ എത്താനായിട്ട് പറ്റിയില്ല. എങ്കിലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കുന്നതും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഈ മസാല ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മറക്കാണ്ട് എല്ലാവരും ട്രൈ ചെയ്തോളൂ.